നിങ്ങൾ അവിൽ മിൽക്ക് പുഡിങ് കഴിച്ചിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആട്ടോ. ഇതിപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അധികം ടൈം കളയണ്ട, വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതിന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ അവിൽ മിൽക്ക് പ്രേമിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ. നമുക്കൊരു വീട്ടിലൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ റെസിപ്പി. ഫസ്റ്റ് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഗീ ആട്ടോ ആഡ് ചെയ്യണം. അതിൽ നമുക്ക് നട്ട്സ് കടലൊക്കെയാണ് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്തുള്ളതാട്ടോ ആഡ് ചെയ്ത്, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള അവലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അവിലൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുഡിംഗ് ട്രേയിലോട്ട് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ പുഡിംഗ് അവിടെ സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല മാക്സിമം പറ്റുന്നിടത്തോളം ഇതുപോലെ ഒന്ന് അമർത്തി സെറ്റാക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ട് ഒരു ക്രീം വേണം. അതിനൊരു പാക്കറ്റ് പാലാണ് ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ളത്. ഈ പാലിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കായൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചെറുപ്പായാണ്. അത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച അവിലിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആ ചൂടോട് കൂടി തന്നെ ആട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് ജസ്റ്റ് ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് പെരുന്നാളാണെങ്കിൽ എന്തെങ്കിലും പാർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അവിൽ മിൽക്ക് പുഡിങ്. എപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് കുടിച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് അവിൽ മിൽക്ക് പുഡിങ്ങിലോട്ടാക്കാം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും ഇത് ഫ്ലോപ്പ് ആവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ധൈര്യത്തിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.